ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ കണ്ടുവരുമ്പോൾ ഈ ബിസിനസ്സുകാർ ഒരു എംപയർ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അവർ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോകുന്ന ഒരു ബിസിനസ്സുകാരെയാണ് ഞാൻ കൂടുതലും കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഒരു ബിസിനസ്സുകാരൻ അവനൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പ്രാധാന്യം, അവൻ എങ്ങനെ എൻജോയ് ചെയ്യണം, ശരിക്കും ബിസിനസ്സുകാരൻ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് വരേണ്ടതുണ്ടോ? എൻ്റെ അടുത്ത് വരുന്ന ബിസിനസ്സുകാർ, സക്സസ്ഫുൾ ബിസിനസ് പീപ്പിൾ, they have certain issues. Either family is broken, ഭാര്യ ഇട്ടിട്ട് പോയി, കുട്ടി എൻ്റെ അടുത്താണ്, ഭാര്യ ഇട്ടിട്ട് പോയി, ദാറ്റ് ഈസ് വൺ. അല്ലെങ്കിൽ എനിക്ക് വൈഫുമായിട്ട് ചേരാൻ പറ്റുന്നില്ല, ബിക്കോസ് വൈഫ് ഉണ്ട് കൂടെ, പക്ഷേ കോമ്പാക്റ്റബിലിറ്റി കിട്ടുന്നില്ല, ബിക്കോസ് വൈഫ് ഈസ് മെൻ്റലി ഡീറ്റാച്ച്ഡ്. മെൻ്റലി ഡിസ്കണക്റ്റഡ് ആയ ഭാര്യമാർ കൂടെ താമസിക്കുമ്പോൾ അവർക്കുള്ള ഒരു ഡിഫിക്കൽട്ടി തോന്നാറുണ്ട്. മൂന്നാമത്തത് ഡിസ്റ്റർബൻസസ്, ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ, എപ്പോഴും ആർഗ്യുമെൻറ്റേറ്റീവ് ആൻഡ് ഇഗ്നോറിങ് ഈച്ച് അതർ. ഈ മൂന്നും ഡേഞ്ചറസ് ആണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ടോക്ക്, ടു സേ, ടു ആക്സെപ്റ്റ് ദാറ്റ് ലൈക്ക് ഭാര്യ എന്ത് പറഞ്ഞാലും ഓക്കെ, നമുക്കത് ശരിയാക്കാം, നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ നോക്കാം, ഞാൻ അവിടെ വരാം, ഞാൻ ഈ പ്രശ്നം ഒന്ന് കഴിഞ്ഞിട്ട് വന്നോട്ടെ, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ ഒന്ന് ഓഫീസ് വരെ ഒന്ന് വാ, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് ചെക്കപ്പിന് പോവാം, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട്, അപ്പോൾ നീയും കൂടെ എൻ്റെ അടുത്ത് വന്നോ, ഞാൻ ഡ്രൈവറിനെ അയക്കാം. അങ്ങനെ ഒരു കൺസേണിങ് ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ സോ മെനി തിങ്സ് ക്യാൻ വർക്ക് ഔട്ട്. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഫാമിലിയുടെ ഒരു സ്പന്ദനം എന്ന് പറയുന്നത് ഫാദറിലെ, ഹെഡ് ഓഫ് ദ ഫാമിലി, അയാളുടെ ഒരു വൈബിലാണ്, അയാളുടെ ഒരു പോസിറ്റീവ് അപ്പിയറൻസിൽ, ആ ഒരു അപ്രോച്ചിലാണ് ആ ഒരു ഹാപ്പിനെസ് മൊത്തം ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഹസ്ബൻഡ് ഹാപ്പി ആണെങ്കിൽ വൈഫ് ഹാപ്പി, ഈ വൈഫും ഹസ്ബൻഡും ഹാപ്പി ആണെങ്കിൽ കുട്ടികളും ഹാപ്പി.